ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ജർമ്മനിയിലെ ഭീകരാക്രമണത്തിന് പിന്നിൽ ഒരു എക്സ് മുസ്ലിമാണ് എന്നത് കണ്ടെത്തിയ ആശ്വാസത്തിലാണ് ലോക മുസ്ലിമീങ്ങൾ. തീവ്രവാദത്തിന്റെ ഒരു ഉത്തരവാദിത്വം കൂടി മുസ്ലിമീങ്ങൾ മുഴുവനും ഏറ്റെടുക്കേണ്ടി വരുമെന്ന പ്രയാസത്തിലായിരുന്നു അവരുണ്ടായിരുന്നത്. എന്നാൽ പിന്നീട് അത് ചെയ്തതൊരു എക്സ് മുസ്ലിമാണ്, മുസ്ലിമീങ്ങൾക്ക് തനിച്ച് എതിര് നിൽക്കുന്ന ആളാണെന്ന് തെളിഞ്ഞതോടുകൂടി ആ ആശങ്ക അവരിൽ നിന്ന് മാറിപ്പോയി. എന്നാൽ ഇപ്പോൾ മുസ്ലിമീങ്ങൾ ഞങ്ങൾ തീവ്രവാദികളല്ലെന്നും ഇത്തരം പ്രവർത്തനങ്ങൾ കണ്ടില്ലേ, ഇതും തീവ്രവാദം തന്നെയല്ലേ എന്നൊക്കെ ചോദിച്ചുകൊണ്ട് പ്രയാസപ്പെടുന്ന അവസ്ഥയാണ് കാണുന്നത്. യഥാർത്ഥത്തിൽ നിങ്ങൾ വേണ്ടത് നിങ്ങളുടെ ദീനിലേക്ക് തിരിച്ചു പോവുക എന്നതാണ്. ആരെയും ബോധിപ്പിക്കുകയല്ല നിങ്ങളുടെ ലക്ഷ്യമാകേണ്ടത്. ബോധിപ്പിച്ചിട്ട് പ്രത്യേകിച്ച് ഉപകാരമൊന്നും ലഭിക്കാനില്ല. മറിച്ച് മുസ്ലിമീങ്ങളുടെ ദീനിലേക്ക് മടങ്ങിച്ചെന്നാൽ അവർക്ക് കൃത്യമായ പ്രതാപം ലഭിക്കുന്നതാണ് എന്ന ഉത്തമ ബോധ്യമാണ് ഒരു മുസ്ലിമിന് ഈ സമയത്തും ഏത് സമയത്തും ഉണ്ടാകേണ്ടത്. തീവ്രവാദ പ്രവർത്തനങ്ങൾ മറ്റു മതങ്ങളിൽ നിന്ന് വേണ്ടുവോളം ഇതിനു മുമ്പും ഉണ്ടായിട്ടുണ്ട്. നമുക്കറിയാം, കളമശ്ശേരി കേരളത്തിലെ ഒരു സ്ഥലമാണ്. അവിടെ ബോംബ് വെച്ച് ക്രിസ്ത്യൻ പള്ളിയിൽ ആളുകളെ കൊലപ്പെടുത്തിയത്, അങ്ങനെ ഭീകരാക്രമണം നടത്തിയത് ഒരു ക്രിസ്ത്യാനിയാണ്. പക്ഷെ അതിനെ ഭീകരാക്രമണം എന്ന് പോലും വിളിക്കാനുള്ള മനസ്സ് ഇവിടുത്തെ ആളുകൾ കാണിച്ചിട്ടില്ല. അങ്ങനെ ഇരിക്കെ ഒരു എക്സ് മുസ്ലിം അവൻ എന്തെങ്കിലും ചെയ്തതിൻ്റെ പേരിൽ മുസ്ലിമീങ്ങളെ ആരെങ്കിലും രക്ഷപ്പെടുത്തുമെന്നോ അതിൻ്റെ ഉത്തരവാദിത്വം മറ്റുള്ളവർക്ക് കൊടുക്കുകയും ഇതൊക്കെ എല്ലാവരിൽ നിന്നും ഉണ്ടാകാവുന്നതാണ് എന്ന് കരുതുകയും ചെയ്യുമെന്നൊക്കെ വിചാരിക്കുന്നത് വെറും തോന്നലുകൾ മാത്രമാണ്. മനുഷ്യരെ കൊല്ലുകയോ ആയിരങ്ങളും പതിനായിരങ്ങളും ലക്ഷങ്ങളും കൊല്ലപ്പെടുകയോ ചെയ്താലും അത് ചെയ്തത് മുസ്ലിം അല്ലെങ്കിൽ അത് പുണ്യപ്രവർത്തനവും, എലിയെ കൊന്നത് മുസ്ലിമാണെങ്കിൽ അത് ഭീകര പ്രവർത്തനവുമാകുമെന്നത് ഇന്നല്ല നമ്മൾ കാണാൻ തുടങ്ങിയത്. അതുകൊണ്ട് മുസ്ലിമീങ്ങളെ എനിക്ക് പറയാനുള്ളത്, ബോധ്യപ്പെടുത്താനല്ല, നിങ്ങളുടെ റബ്ബിനെ ബോധ്യപ്പെടുത്താൻ നിങ്ങൾ നിങ്ങളുടെ ദീനിലേക്ക് തിരിച്ചു മടങ്ങുക. അല്ലാഹു സുബ്ഹാനഹു വ തആല തൗഫീഖ് നൽകട്ടെ.